കഥ തുടരുന്നു. തറവാടിൻ്റെ മച്ചിലും സർപ്പക്കാവിലുമൊക്കെ ഈ കുട്ടിയെ കൊണ്ടാ നിങ്ങൾ വിളക്ക് വയ്പ്പിക്കണമെന്ന് കേട്ടു. അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഇത് ബോർഡ് വക ക്ഷേത്രമാണ്. ഇതിനുള്ളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കില്ല. ഈ കുട്ടി അഹിന്ദുവല്ല, എൻ്റെ മകളാ. 2 നേരവും കുളിക്കും. അവൾ തീണ്ടൽ ആചരിക്കും. ഇറച്ചി മീനും തൊടില്ല. നല്ല ദൈവവിശ്വാസവുമുണ്ട്. അതൊക്കെ പോരെ? ശ്രീദേവി അമ്മ ചോദിച്ചു. ഇതൊക്കെ കൊണ്ട് ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആകുമോ ശ്രീദേവി? ശ്രീദേവി അമ്മയുടെ ഒരു ബന്ധു കൂടിയായ മാനേജർ ശ്രീകണ്ഠൻ നായരുടേതാണ് ചോദ്യം. ഗോപുരവാതിൽക്കൽ ആളുകൾ കൂടി. ശ്രീദേവി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. വ്യാഴാഴ്ച തോറും മുടങ്ങാതെ കൃഷ്ണനെ തൊഴണോളാം ഞാൻ. എന്നെ തടയാ നിങ്ങൾ? നിങ്ങളെ ആരും തടഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി തൊഴുതോളൂ. പക്ഷേ കൂടെയുള്ള ഈ കുട്ടിയെ അകത്ത് കിടക്കാൻ സമ്മതിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. ശ്രീദേവി അമ്മയുടെ മുഖം ചുവന്നു. മിഴികൾ ജ്വലിച്ചു. ഭക്തിയോടും പരിശുദ്ധിയോടും കയറി വന്ന ഈ പെൺകുട്ടിക്ക് അകലെ നിന്ന് ദേവനെ തൊഴാൻ പാടില്ല അല്ലേ? അവർ ചോദിച്ചു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീദേവി. ചട്ടം തന്നെയാ. മാനേജർ ചിരിച്ചു. ശരി, ഈ ഗോപുരത്തെങ്കിൽ നിന്ന് തൊഴണതിന് ആരുടെയും ചീട്ട് വേണ്ടല്ലോ? ശ്രീദേവി അമ്മ ചോദിച്ചു. പിന്നെ ഷേർലിയോട് പറഞ്ഞു. തൊഴുതോളൂ മോളെ. ദൈവം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുക. എവിടെ നിന്ന് തൊഴുതാലും കാണും, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും. ഷേർലി അനുസരിച്ചു. തൊഴുകൈകളോടെ കണ്ണടച്ചു നിന്നതല്ലാതെ അവൾ യാതൊന്നും പ്രാർത്ഥിച്ചില്ല. അമ്മയുടെ സന്തോഷം മാത്രമേ അവൾ പ്രതീക്ഷിച്ചുള്ളൂ. ആ ഞായറാഴ്ച രാവിലെ ഷേർലി രവിയോട് പറഞ്ഞു. രവിയേട്ടാ, രവിയേട്ടന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയല്ലോ. എനിക്ക് വേണ്ടി രവിയേട്ടൻ ഇവിടെ അടുത്തുള്ള പള്ളി വരെ ഒന്ന് കൂട്ടുവരുമോ? രവിയിൽ ഒരു നിശ്ചലത. അവൻ മറുപടി പറയാൻ വൈകിയപ്പോൾ ഷേർലി പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ രവിയേട്ട അകത്ത് വരണ്ട, പുറത്തു നിന്നാൽ മതി. ഞാൻ എളുപ്പം മടങ്ങി വരാം. പപ്പായുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണം എനിക്ക്. ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഷേർലി അമ്മയോട് പറഞ്ഞോ? രവി ചോദിച്ചു. ഷേർലിക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല. എങ്കിലും അവൾ അത് ഭാവിച്ചില്ല. അമ്മയോട് രവിയേട്ടൻ പറഞ്ഞാൽ മതി. പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഷേർലി ഒരു നിമിഷം നോക്കി നിന്നിട്ട് രവി മെല്ലെ ഒന്ന് മൂളി. പിന്നെ തിരിഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് നടന്നു. വിവരം കേട്ടതും ശ്രീദേവി അമ്മ നെറ്റിച്ചുളിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു. നീ അവളെങ്ങ് വിളിച്ചേ? വാതിൽക്ക് കാത്തു നിന്നിരുന്ന ഷേർലി അമ്മയുടെ മുന്നിലെത്തി. എൻ്റെ പൊന്നുമോളെ, അത് വേണോടേ? ദൈന്യഭാവത്തിൽ ശ്രീദേവമ്മ ചോദിച്ചു. അന്ന് അമ്പലത്തിൽ ചെന്നപ്പോഴത്തെ അനുഭവം അറിയാമല്ലോ. ഇവിടെ താമസിച്ചുകൊണ്ട് നീ ഈ നാട്ടിലുള്ള പള്ളിയിൽ തന്നെ പോയാൽ ആളുകൾ പരിഹസിച്ച് ചിരിക്കില്ലേ? ഷേർലി ഉത്തരം മുട്ടി നിന്നു. മോള് പള്ളിയിൽ പോകരുതെന്ന് അമ്മ പറയുന്നില്ല. നീ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ പള്ളിയിൽ പോയിക്കോ. അമ്മയ്ക്കൊരു വിരോധവുമില്ല. ഇവിടെ വച്ച് ഷേർലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും പള്ളിയിലെത്തും. അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ പള്ളിയിലെങ്കിലും. ഇനി ഞാനൊന്നും പറയുന്നില്ല. ശ്രീദേവി അമ്മ മുഖം കനപ്പിച്ചു. നീയും രവിയും കൂടി തീരുമാനിക്കും. ഷേർലി രവിയെ നോക്കി. നിർബന്ധമാണ് പോകാം. പക്ഷേ അമ്മ പറഞ്ഞത് തന്നെയാ എൻ്റെയും അഭിപ്രായം. ഷേർലി നെഞ്ചിൽ കൈ ചേർത്തു. പൊട്ടിവന്ന കരച്ചിൽ അവൾ പാടുപെട്ടാണ് നിയന്ത്രിച്ചത്. ശരി, അവൾ അകത്തേക്ക് കയറിപ്പോയി. ആ ആഴ്ചയിൽ പോസ്റ്റ് ഓഫീസിൽ വെച്ച് ഷേർലിക്ക് തലചുറ്റലുണ്ടായി. പത്മകുമാരിയാണ് അരികിലുണ്ടായിരുന്നത്. അവൾ ഷേർലിയുടെ അടുത്ത വീട്ടിലെ ഫോൺ നമ്പറിൽ വിവരം അറിയിച്ചു. സാബു ബൈക്കിൽ പാഞ്ഞെത്തി. പപ്പായുടെ മരണദിവസം കണ്ടതാണ് അവയാൾ പെങ്ങളെ. വാക്കുകൾ കൊണ്ട് അന്ന് അവളെ ഒരുപാട് നോവിച്ചു. സാബു നിർബന്ധിച്ച് ഷേർലിയെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഷേർലിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ സാബുവിനോട് തിരക്കി. ഈ കുട്ടിയുടെ ആരാണ് താങ്കൾ? ബ്രദർ. മാരീഡല്ലേ കുട്ടി? അതെ. ദെൻ ദെയർ ഇസ് എ ഗുഡ് ന്യൂസ്. ഷീ ഈസ് ക്യാരിയിങ്. സാബുവിൻ്റെ ഉള്ളിൽ തണുത്തു. സന്തോഷത്തിൻ്റെ ഒരു പൂത്തിരി എവിടെയോ വിടരുന്നു. പക്ഷേ അത് പ്രകടമാക്കാൻ അയാൾക്ക് അറിയില്ലായിരുന്നു. അവർ ഒരുമിച്ച് ക്ലിനിക്കിൻ്റെ പുറത്തു വന്നു. ഓട്ടോയിൽ ഷേർലിയെ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. എന്താ ചെയ്യുക ഡോക്ടർ പറഞ്ഞേ? പിരിയാൻ നേരം ഷേർലി തിരക്കി. അത് മമ്മി അങ്ങ് വരുമ്പം പറയും. സാബു തിരിഞ്ഞു നടന്നു. എങ്ങ് വരുമ്പം? പിന്നിൽ നിന്ന് അവൾ തിരക്കി. ബൈക്കിൽ കയറി ഇരുന്നിട്ടാണ് സാബു അതിനുള്ള മറുപടി പറഞ്ഞത്. നിന്റെ കെട്ടിയ വീട്ടിൽ വരുമ്പം. സാബു ചിരി കടിച്ചമർത്തിക്കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കി. പോസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടാണ് ഷേർലിയുടെ മമ്മിയും ആങ്ങളമാരും രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെന്നത്. ഒരു ടൂറിസ്റ്റ് ടാക്സിയിലാണ് ആ കുടുംബം എത്തിയത്. രവീന്ദ്രനും അമ്മയും ഷേർലിയും അവരെ വരവേൽക്കാനായി പടിപ്പുരയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഷേർലിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞത് മമ്മി ഗ്രേസമ്മയിൽ നിന്നുമാണ്. അവൾക്ക് തല ചുറ്റിയപ്പോൾ സാബുവോ ചെന്ന് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചേ. അന്ന് ഡോക്ടർ പറഞ്ഞു കാര്യം ആണെന്ന്. എന്നിട്ട് തല ചുറ്റിയ കാര്യമൊന്നും ഇവിടെ വന്ന് ഈ കുട്ടി പറഞ്ഞില്ലല്ലോ. ശ്രീദേവി അമ്മ മൂക്കിൽ വിരൽ ചേർത്തു. അമ്മ പേടിക്കുമെന്നോർത്താ. രവിയേട്ടൻ വന്നപ്പോഴേക്കും ഞാൻ ആ കാര്യം മറന്നും പോയി. 3 ദിവസം കൂടുമ്പോഴല്ലേ വരൂ. ഏതായാലും എനിക്ക് സന്തോഷമായി കേട്ടോ. അമ്മ മുകളിലേക്ക് നോക്കി കൈക്കൂപ്പി. കാറിൽ നിന്ന് ഇതൊക്കെ ഇറക്കി പിള്ളേരെ. സാബുവിനോടും സുനിലിനോടും ഗ്രേസമ്മ ആവശ്യപ്പെട്ടു. എന്തേ 3 പേരില്ലേ? മുഖപരിചയമുള്ള റോണിയെ കാണാഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ അന്വേഷിച്ചു. മുമ്പ് വന്ന റോണി എന്തേ വരാഞ്ഞത്? അവൻ മുമ്പേ വന്നതല്ലേ ശ്രീദേവി അമ്മയെ? ഗ്രേസമ്മ പറഞ്ഞു. ഇവർ ആദ്യമായിട്ട് വരുന്നവരല്ലേ? റോണി തന്നെയാ മുമ്പേ വന്ന കാര്യം പറഞ്ഞ് ഒഴിഞ്ഞത്.
ആഭരണങ്ങൾ ഏത് ബാഗിലാമേ? സുനിലാണ് ചോദിച്ചത്. അതിങ്ങെടുത്തതാ, കയ്യോടെ അതങ്ങ് ഏൽപ്പിക്കാം. കാഷായിട്ട് എന്തോ ഉണ്ട് മമ്മി, അതും അവിടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാം. രണ്ടും ഈ ബാഗിലെ വെച്ചേക്കുന്നത്. പിന്നെ സീറ്റിലിരിക്കുന്ന ഒരു ബാഗ് എടുത്ത് മകനെ ഏൽപ്പിച്ചു ഗ്രേസമ്മ. ഉള്ളതെല്ലാം അതിനകത്തുണ്ട്, കണക്കൊന്നും ആരെയും ബോധിപ്പിക്കണ്ട. അതിന് എവളും ഭർത്താവോ ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ കൊണ്ടുവന്നേ, സാബു പറഞ്ഞു. വീതം വയ്ക്കുമ്പം അവൾക്കുള്ളത് അവിടെ കിടക്കും, ആരാന്ന് വെച്ചാൽ ഒന്ന് ഏറ്റാൽ മതി. രവീന്ദ്രൻ്റെ മുഖം ഒന്ന് പ്രകാശിച്ചു. ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ കൊണ്ടുവന്നേ എന്ന സാബുവിൻ്റെ വർത്തമാനം അയാൾക്ക് സുഖിച്ചു. സുനിൽ ആ ബാഗ് ഷേർലിയെ ഏൽപ്പിച്ചു. അത് ഉടൻ അവൾ രവീന്ദ്രൻ്റെ നേർക്ക് നീട്ടി. ഇതെന്തിനാ എനിക്ക്? നിന്റെ അലമാരിയിൽ കൊണ്ടുവച്ചോ, രവീന്ദ്രൻ ഒഴിഞ്ഞു. ഇനിയുള്ളതാണ് നിനക്ക് അവകാശപ്പെട്ടത്. നിന്റെ സാരികൾ നീ അവിടെ ഇട്ടേച്ച് പോന്നതും ഞങ്ങൾ ഇന്നലെ പർച്ചേസ് ചെയ്തതുണ്ട്. ഒരു ഡ്രസ് ബോക്സാണ് സാബു പെങ്ങളെ ഏൽപ്പിച്ചത്. ഇതെല്ലാം അകത്ത് കൊണ്ടുപോയി അതതിൻ്റെ സ്ഥാനത്ത് വച്ചോടി മോളെ. പപ്പ മരിച്ചു കിടന്നപ്പം സാബു ചായൻ്റെ വാക്കത്തിയും എന്തിയുള്ള പുറപ്പാടാണ് ഷൈലയുടെ ഓർമ്മയിൽ വന്നത്. ഇപ്പോൾ ആൾ എന്തുമാത്രം മാറി. കാർ പടിപ്പുരയ്ക്ക് അകത്ത് കയറില്ലടി, സുനിൽ ഷൈലയോട് ചോദിച്ചു. ഇനിയുള്ളതൊക്കെ ആഹാര സാധനങ്ങളാ, അത് പുറത്തു വെച്ച് എടുക്കണ്ടല്ലോ എന്ന് കരുതിയാ. രവിയേണ്ട ബൈക്ക് അകത്തേക്ക് കയറ്റാനുള്ള വഴിയേ ഉള്ളൂ, കാർ അകത്തേക്ക് കയറില്ല സുനിച്ചായ, ഷൈലി പറഞ്ഞു. അവൾക്ക് വ്യാക്യൂണുള്ള സാധനങ്ങളാ ഞാൻ അറിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്, ഗ്രേസമ്മ പറഞ്ഞു. ചിക്കൻ കൊതിച്ചിയ അവൾ. മീനും കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഒന്നാന്തരം പുഴമീനെ കൊണ്ടുവന്നേക്കുന്നത്. ഈ സാബു അതിനായി എന്ത് നെട്ടോട്ടം ഓടിയെന്നോ. അത് കേട്ടതും ശ്രീദേവി അമ്മയുടെ നെറ്റിച്ചുളിഞ്ഞു. അമ്മയെ നോക്കിയ രവീന്ദ്രൻ്റെ മുഖവും വാടി. അതൊന്നും മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ല. കാറ് എങ്ങനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാം എന്ന ചിന്തയിലായിരുന്നു അവർ. കാർ മുറ്റത്ത് കയറാത്ത വീട് കൊണ്ടെന്താ പ്രയോജനം? സാബു രവിയെ നോക്കി. ഈ അമ്മ വയസ്സായിരിക്കുക, നടക്കാൻ വയ്യാത്തൊരു അസുഖം വന്നാൽ എത്ര ദൂരം നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് പോരേണ്ടി വരില്ലേ? അമ്മ തന്നെയാ പടിപ്പുര പൊളിക്കാൻ പാടില്ലെന്ന് വാശി പിടിച്ചത്. അതിനാ ചേട്ടന്മാർ രണ്ടുപേരും ഇവിടുത്തെ താമസം മതിയാക്കിയത്. പടിപ്പുര നല്ല സ്ഥാനത്താ സാബു മോനെ, ശ്രീദേവി അമ്മ പറഞ്ഞു. ഈ സ്ഥാനം മാറിയാ കുടുംബത്ത് ഒരു മരണം നടക്കുമെന്ന ജ്യോത്സ്യന്മാർ പറഞ്ഞത്. എങ്കിൽ കാർ അകത്തേക്ക് കിടക്കാൻ ഈ മതിൽ പൊളിച്ച് ഒരു റോഡ് വെട്ടിയാലും മതിയല്ലോ, സാബു പറഞ്ഞു. അതൊക്കെ എളുപ്പമാണോടാ, ഗ്രേസമ്മ ചോദിച്ചു. ഏതായാലും പടിപ്പുര വഴി നമുക്ക് നടന്നു കയറാമല്ലോ. അതുവരെ ആഹാര സാധനങ്ങൾ ഡിക്കിയിലിരിക്കട്ടെ. എനിക്കാണെങ്കിൽ നടുവ് കഴച്ചൊടിയണം, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. അവർ എളിയിൽ കൈ താങ്ങി. അതോടെ ഷേർലി ബാഗും ഡ്രസ് ബോക്സും ചേട്ടായിമാരെ ഏൽപ്പിച്ച് മമ്മിയുടെ കൈ പിടിച്ചു. വാ മമ്മി, നമുക്ക് അകത്തോട്ട് പോകാം. അങ്ങനെ ഒരു സംഘമായി അവർ അകത്തേക്ക് നടന്നു. ചായ വിളമ്പാം ആദ്യം, ശ്രീദേവി അമ്മ പറഞ്ഞു. ചക്ക വറുത്തതുമുണ്ട്, പലഹാരമായി. ഇന്നലെ അടയും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അയ്യോ, ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എനിക്ക് വേണ്ട കേട്ടോ, ഗ്രേസമ്മ വിളിച്ചു പറഞ്ഞു. പള്ളി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പോന്നേ. ഇപ്പം 1 മണി കഴിഞ്ഞില്ലേ പിള്ളേരെ, നമുക്ക് ഊണ് കഴിച്ചാലോ? 1:45 മമ്മി, രവീന്ദ്രനാണ് വാച്ചിൽ നോക്കി പറഞ്ഞത്. അയ്യോ, 1 മണി കഴിഞ്ഞാൽ ഇത്തിരി അന്നം ചെന്നില്ലെങ്കിൽ എൻ്റെ വയറെരിയും. അതിനിവിടെയെല്ലാം റെഡിയായിരിക്കുക മമ്മി, ഷേർലി അറിയിച്ചു. നമുക്ക് ഊണ് കഴിക്കാം. അമ്പലത്തിൽ നിന്നുള്ള പാൽപ്പായസവും അടുക്കളയിൽ ശ്രീദേവി അമ്മയുടെ പരിചാരകം ഉണ്ടാക്കിയ പ്രഥമനും അടക്കം അവിയലും കാളനും ചേനമെഴുക്ക് പൊട്ടിയതുമെല്ലാം റെഡിയായിരുന്നു. ഇലയിട്ടാണ് ഊണ് വിളമ്പിയത്. എനിക്ക് ഈ നായന്മാരുടെ അവിയലെന്ന് വെച്ചാൽ പ്രാണന, ഗ്രേസമ്മ അവിയൽ തൊട്ട് നക്കിക്കൊണ്ട് പ്രശംസിച്ചു. അവിയലുണ്ടാക്കാനൊക്കെ മോളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഷേർലിയെ ചൂണ്ടി ശ്രീദേവി അമ്മ അറിയിച്ചു. ഇതെന്നതാ മോളെ ഇത്? അടപ്രഥമൻ ചൂണ്ടിയാണ് ഷേർലിയോട് ഗ്രേസമ്മ ചോദിച്ചത്. അടപ്രഥമനാ മമ്മി ഇത്? ഇതേലെ എനിക്കിച്ചിരി തന്നു വിടണേ മോളെ. സോപ്പിട്ട് കുളിപ്പിക്കുകയായിരുന്നു മമ്മി തൻ്റെ അമ്മായിയമ്മയെ എന്ന് അവൾക്ക് മനസ്സിലായി. ഒരു തരി മീൻ വറുത്തതെങ്കിലും ഇല്ലാത്ത ഉച്ചയൂണ് സാബുവിനും സുനിലിനും സുഖിച്ചില്ല. മമ്മിയെപ്പോലെ പ്രശംസയൊന്നും ചൊരിഞ്ഞില്ലെങ്കിലും അവർ അനിഷ്ടമൊന്നും കാണിച്ചില്ല. രണ്ടുപേരും ഊണിനെ പ്രശംസിച്ചു. ഉച്ചയൂണ് ഹൈ ക്ലാസ്. അത് പറയാനുണ്ടോ പിള്ളേരെ? നമുക്ക് ഇങ്ങനെയൊരു ബന്ധുത ഒപ്പിച്ചു തന്നതിന് കർത്താവിനെ എത്ര സ്തുതി ചൊല്ലിയാലും മതിയാവത്തില്ല. കാറിൽ ചെന്ന് കയറിയപ്പോഴും ആ 3 മുഖങ്ങളിലും സന്തോഷം തിരത്തല്ലി. കാർ നീങ്ങിയതും ശ്രീദേവിയമ്മ പറഞ്ഞു. അവിടുന്ന് കൊണ്ടുവന്നതൊക്കെ ഈ വീടിനകത്തേക്ക് എടുപ്പിക്കണ്ട മോളെ, ഷേർലിയോടാണ് അമ്മ പറഞ്ഞത്. ആ മുഖം മ്ലാനമായി. കയ്യിലിരുന്ന പാക്കറ്റ് താഴെ വെച്ചു ഷേർലി. എന്നിട്ട് ദയനീയമായി രവീന്ദ്രനെ നോക്കി. രവിയുടെ മുഖത്ത് സങ്കടവും രോഷവുമൊക്കെ മാറി മാറി പ്രകടമായി. ശ്രീദേവിയമ്മ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. ആരുടെങ്കിലുമുള്ള ദേഷ്യം കൊണ്ടോ പിണക്കം കൊണ്ടോ അല്ല അമ്മ പറയുന്നത്. ഷേർലിയുടെ മുഖത്തായിരുന്നു അമ്മയുടെ നോട്ടം. പുരാതനമായുള്ളൊരു തറവാടായത്. അന്നത്തെ ആചാരങ്ങളും മര്യാദകളും ലംഘിക്കാൻ എനിക്ക് പേടിയായിട്ടാ. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം? എന്ത് തെറ്റ് ചെയ്താലും സന്തതികളെയേ ബാധിക്കൂ. തറവാട്ടിലൊരു പുതിയ സന്തതി ഉണ്ടാകാൻ പോകുന്ന നേരത്ത് അശുദ്ധം കയറിയാൽ മച്ചിലമ്മ കോപിച്ചാലോ മക്കളെ? ഇന്ന് വരെ മീനോ ഇറച്ചിയോ ഈ പടിപ്പുരയ്ക്കകത്തേക്ക് കയറിയിട്ടുള്ളതല്ല. എൻ്റെ അമ്മയുടെ കാലത്ത് തെങ്ങിൻ്റെ ചുവട്ടിലിടാൻ എല്ലുപൊടി പോലും അകത്ത് കയറ്റുകയില്ലായിരുന്നു. അപ്പം പിന്നെ അടുക്കളക്കകത്ത് ഇതൊക്കെ കയറ്റിയാലത്തെ സ്ഥിതി ഓർത്ത് നോക്കിയേ.
അമ്മ പറയുന്നത് സത്യമാണെന്ന് രവിക്കറിയാം. അവൻ ഷേർലിയെ നോക്കി ശബ്ദം താഴ്ത്തി അറിയിച്ചു. എങ്കിൽ പിന്നെ ആ മീനും ഇറച്ചിയും എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്ക് മോളെ. ക്ഷമാപണ ഭാവത്തിലായിരുന്നു ആ സംസാരം. വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ വല്ല ഹോട്ടലിലും കൊണ്ടുപോകാം. അമ്മയുടെ ആകെയുള്ള നിർബന്ധങ്ങൾ ഇങ്ങനെ ചിലതൊക്കെയാ. മീനും ഇറച്ചിയും മാത്രം കളഞ്ഞാൽ പോരാ, അമ്മ പറഞ്ഞു. കളയുവാണെങ്കിൽ അത് മുഴുവൻ കളയണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തൊട്ട് അശുദ്ധമായില്ലേ. തുണികളോ പാത്രങ്ങളോ ആണെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കാം. ആഹാര സാധനമാവുമ്പം കളയുകയേ നിവൃത്തിയുള്ളൂ. രവി പറഞ്ഞ പോലെ മോൾക്ക് അതിൽ ആശയുണ്ടെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാമല്ലോ. ഷേർലിയുടെ മുഖത്ത് സങ്കടം തിങ്ങി. മമ്മി എന്ത് ആശയോടെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അവൾക്കാണെങ്കിൽ കൊതിയുള്ള വസ്തുക്കളും. തന്നെ മാത്രം ഉദ്ദേശിച്ചാവില്ല മമ്മി ഇതൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുവന്നത്. എല്ലാവരും സന്തോഷത്തോടെ അനുഭവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മീനും ഇറച്ചിയും ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയാണ് പലഹാരങ്ങൾ കൊണ്ടുവന്നത്. മീനും ഇറച്ചിയും ഉൾക്കൊള്ളിച്ചതിൻ്റെ പേരിൽ മുഴുവൻ സാധനങ്ങളും ഇവിടെ നിന്നും നിരസിക്കുമെന്ന് വിചാരിച്ചതേയില്ല. വേണ്ടാത്തവർ കഴിക്കേണ്ട, തനിക്ക് കൂടി അത് നിഷേധിക്കുന്നതിൽ ഷേർലിക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. സാരമില്ല മോളെ, ശ്രീദേവി അമ്മയുടെ സാന്ത്വനം. അതെടുത്ത് പടിപ്പുരയുടെ വെളിയിൽ വച്ചേക്ക്. ആരെങ്കിലും കൊണ്ട് എടുപ്പിച്ച് ആ കുഞ്ചരിയായുടെ വീട്ടിലേക്ക് കൊടുപ്പിക്കാം. ആഹാര സാധനങ്ങളല്ലേ, ആർക്കുമില്ലാതെ കളയുന്നത് പാപമാ. ആ നിർദ്ദേശം രവിയെ ചുണ്ടിപ്പിടിപ്പിച്ചു. അമ്മയുടെ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ സ്വീകരിക്കാതെ അതേ പടിയെടുത്ത് വെളിയിൽ തള്ളിയെന്ന് കുഞ്ചരിയായുടെ കെട്ടിയവൾ നാട് നീളെ പാടിക്കൊണ്ട് നടന്നോട്ടെ എന്ന് ഇല്ലേ? അവൻ ക്രുദ്ധഭാവത്തിൽ അമ്മയെ നോക്കി. മീനും ഇറച്ചിയുമൊന്നും ഈ പടിപ്പുരയ്ക്കകത്ത് കടത്തൂലെന്ന് കുഞ്ചരിയായ്ക്കും കെട്ടിയവൾക്കും മക്കൾക്കുമെല്ലാം അറിയാം. അവരാരും അതേപ്പറ്റി ഒന്നും പറയൂല. എല്ലാ ഓണത്തിനും 4 ഇല ചോറും കറികളും ഇവിടുന്ന് കിട്ടണമെന്ന നിർബന്ധക്കാരനാ കുഞ്ചരിയ. പകരമായി അയാളുടെ വീട്ടിലുണ്ടാക്കുന്നതൊന്നും നമ്മൾ കഴിക്കണമെന്ന് നിർബന്ധിക്കാറുമില്ല. ഓണത്തിന് ഒരു കുല പൂവൻ പഴം കൊടുത്തയക്കും. വിഷുവിന് കണിക്കാനാണുള്ള വെള്ളരിക്കയും. അതാ ചിട്ട. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരോധമില്ല. നമ്മൾ നല്ല നായന്മാരാണെന്നേ കുഞ്ചരിയ പറയൂ. അയാൾ ഒന്നാന്തരം ക്രിസ്ത്യാനിയാണെന്ന് നമ്മളും പറയും. അതാ സ്നേഹം. ഷേർലിയിൽ ഒരു വെങ്ങിപ്പൊട്ടലുണ്ടായി. അവൾ മുന്നിലിരിക്കുന്ന പാക്കറ്റ് എടുത്ത് പടിപ്പുരയുടെ വെളിയിൽ വെച്ചു. എന്നിട്ട് നേരെ കുളപ്പുരയിലേക്ക് നടന്നു. രവിക്കത് സഹിച്ചില്ല. അവൻ പരിഭവസ്വരത്തിൽ അമ്മയെ നോക്കി. എന്തും അനുസരിക്കുന്ന കൂട്ടത്തിലാണെന്ന് വെച്ച് അമ്മ അവളെ ഇങ്ങനെ ചിട്ടകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത് കഷ്ടമാ. അവൾ എൻ്റെ പിന്നാലെ വന്നവളല്ലെന്ന് ഓർക്കണം. ഞാൻ അവളുടെ പിന്നാലെയാ ചെന്നത്. അതറിഞ്ഞുകൊണ്ട് മാത്രമാണ് മോനെ അവളെ ഞാൻ ഇവിടേക്ക് സ്വീകരിച്ചതും. ഇല്ലെങ്കിൽ അമ്മ ഈ ബന്ധത്തിന് അനുകൂലിക്കില്ലായിരുന്നു. ആദ്യം അടുക്കളയിൽ കയറരുതെന്ന നിർബന്ധന വെച്ച ഞാൻ പിന്നീട് അവളെ മച്ചിലും പാമ്പിൻ കാവിലും വിളക്ക് വയ്ക്കാൻ വിട്ടു. എൻ്റെ ചിട്ടകൾ പാലിക്കുമെന്ന് ഉറപ്പായപ്പോൾ. അവിടെ ചെല്ലുമ്പോൾ അവളെ എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ. അവൾ മാത്രമല്ല നീയും. ഇവിടെ താമസിക്കുമ്പം ഇവിടുത്തെ കുട്ടികൾ ഇവിടുത്തെ ചിട്ടകൾ അനുസരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രീദേവി അമ്മ തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. കുളത്തിൽ നിന്ന് ഷേർലി ഓലവാലയെ കുളിച്ച് കയറി വന്നു. അത് കണ്ടപ്പോൾ രവിക്ക് ഒന്നുകൂടി പ്രയാസമായി. തോർത്തുമ്പോൾ അവൻ ഓടിച്ചെന്നു. വേഗം തല തോർത്തു മോളെ, ജലദോഷം പിടിപ്പിക്കരുത്. പോരെങ്കിൽ ഈ സമയത്ത്. ഷേർലി പുഞ്ചിരിയോടെ തോർത്ത് വാങ്ങി. ആ പുഞ്ചിരി രവിക്ക് വിശ്വസിക്കാനായില്ല. എന്നോട് ക്ഷമിക്കണം ഷേർലി. തങ്ങളുടെ മുറിക്കുള്ളിൽ കടന്നപ്പോൾ രവി ഷേർലിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഗർഭിണിയായ നിനക്ക് കൊതിയുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെയായില്ലേ? ഒക്കെ ഞാൻ കാരണം. ഇനി അതൊന്നും ഓർക്കണ്ട രവിയേട്ടാ. ഇതുപോലെ അല്ലെങ്കിലും കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഉള്ളിൽ സ്നേഹമുണ്ടായിട്ടും ആദ്യകാലത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയത്. തെറ്റ് എൻ്റേതാ മോളെ. നീ ആവശ്യപ്പെട്ടാൽ ഈ വീട് വിട്ടു പോരാൻ ഞാൻ തയ്യാറാ. നമുക്കൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാം, രവി പറഞ്ഞു. അപ്പോൾ അമ്മയോ? ഷേർലി ചോദിച്ചു. ഈ വലിയ വീടും തൊടിയുമെല്ലാം രവിയേട്ടൻ്റെ പേരിലല്ലേ അമ്മ തന്നിരിക്കുന്നത്. അത് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. 2 പേരും സ്വജാതിന്ന് തന്നെയാ കല്യാണം കഴിച്ചിരിക്കുന്നതും. അവരാരേലും ഇവിടെ വന്ന് താമസിച്ചോട്ടെ. അവരാരും ഇവിടെ വന്ന് അമ്മയുടെ ചിട്ടപ്പടി താമസിക്കാത്തത് കൊണ്ടല്ലേ അമ്മ വീട് രവിയേട്ടന് തന്നത്. അമ്മയുടെ ചിട്ട പാലിക്കാൻ നമുക്കാർക്കും കഴിയില്ല ഷേർലി. കാലം മാറുന്നതനുസരിച്ച് കുറച്ചൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയുടെ ചിട്ട പാലിക്കാൻ ഞാൻ തയ്യാറാണ് രവിയേട്ടാ, ഷേർലി പറഞ്ഞു. ഏതായാലും എൻ്റെ പപ്പായെ വേദനിപ്പിച്ച് ഞാൻ രവിയേട്ടൻ്റെ ഒപ്പം പോന്നു. ആ സ്ഥിതിക്ക് ഇനി രവിയേട്ടൻ്റെ അമ്മയെ കൂടി വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ശാപമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. രവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എങ്ങനെ നന്ദി പറയും മോളെ ഇതിനെ? നന്ദി പറയരുത്, ഷേർലി ചിരിച്ചു. സ്നേഹമുണ്ടായിരുന്നാൽ മതി. രവിയേട്ടന് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്യുന്നത്. മറ്റാരും മറന്നാലും രവിയേട്ടൻ അത് മറക്കാതിരുന്നാൽ മതി. രവിയേട്ടൻ എന്നെ മനസ്സിലാക്കിയാൽ മതി. ഷേർലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് അത്താഴത്തിന് ശ്രീദേവി അമ്മ ഷേർലിക്ക് വേണ്ടി ഒരു നെയ്പായസം ഉണ്ടാക്കി. അമ്മ ഇതെൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, അവർ ഷേർലിയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് മോളെ വിഷമിപ്പിച്ചതിൻ്റെ പ്രായശ്ചിത്തം. ഞാൻ വിഷമിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നിയതാ, ഷേർലി പുഞ്ചിരിച്ചു. അമ്മ വിചാരിക്കും പോലെ എനിക്ക് മീനിനോട് ഇറച്ചിയോടും കൊതിയൊന്നുമില്ല. ഇനി മുതൽ ഞാനതൊന്നും കഴിക്കണമെന്നില്ല എന്ന് വെച്ചു. അമ്മയുടെ മരുമോളായി ജീവിക്കണതാ എനിക്കും ഇഷ്ടം. മരുമോളല്ല, മകൾ. ശ്രീദേവി അമ്മ സ്നേഹപൂർവ്വം ഷേർലിയുടെ ചുമലിൽ തഴുകി.
ഷേർലി അല്പം പായസമെടുത്ത് നാവിൽ വെച്ചു. ഒരിക്കൽ കൂടി അത് നാവിൽ തൊടിയിക്കാൻ പറ്റുന്നില്ല, മനം പുരട്ടുന്നത് പോലെ. കുടംപുളിയിട്ട് വെച്ച അല്പം പുഴമീൻ നാവിൽ തൊട്ടു നക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾക്ക് കൊതി. പക്ഷേ അമ്മയ്ക്ക് വാക്കു കൊടുത്തു കഴിഞ്ഞു. മച്ചിലും പാമ്പം കാവിലും വിളക്ക് വയ്ക്കാനുള്ളതാണ്. ഒന്നുകിൽ ആ അമ്മയെ ധിക്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ അനുസരിക്കുക. അവരെ വഞ്ചിക്കുന്നതിൽ അർത്ഥമില്ല. ആജ്ഞകളല്ല അവരിൽ നിന്നും ഉണ്ടായിരുന്നത്, അപേക്ഷകളാണ്. അതുകൊണ്ട് തന്നെ അവ തട്ടിയെറിയാൻ ഷേർലിക്ക് വയ്യായിരുന്നു. പിറ്റേന്ന് രാവിലെ ഷേർലിയും രവീന്ദ്രനും ഒരുമിച്ചാണ് ജോലിക്ക് പുറപ്പെട്ടത്. രവിയുടെ ബൈക്കിൽ. തന്നെ ടൗണിൽ എത്തിച്ചിട്ടേ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ, രവി പറഞ്ഞു. ടൗണിലെത്തിയപ്പോൾ രവി ഷേർലിയോട് തിരക്കി. നമുക്ക് ഹോട്ടൽ പീറ്റേഴ്സിൽ കയറിയാലോ? നല്ല ഒന്നാന്തരം നോൺ വെജ് വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. വല്ലതും കഴിച്ച് ഉച്ചക്കത്തേക്ക് ഒരു പാഴ്സലും കൊണ്ടുപോകാം. ഞാനില്ല, രവിയേട്ടൻ വേണമെങ്കിൽ കയറിക്കോ, ഷേർലി ഒഴിഞ്ഞു. എന്നോടുള്ള വാശി തീർക്കുക. എന്തിനു വാശി? തന്നെ എങ്ങനെ നരകത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചതിൻ്റെ വാശി. നരകമോ? രവിയേട്ടൻ എന്തൊക്കെയായി പറയണത്? മറ്റൊന്നുമല്ല, ഞാൻ കാരണം എന്തൊക്കെയോ കഷ്ടതകളാണ് തനിക്ക് സഹിക്കേണ്ടി വരുന്നത്. മച്ചിലും പാമ്പിൻ കാവിലും വിളക്ക് വയ്ക്കുക, അനാവശ്യ ശുദ്ധം പാലിക്കുക തുടങ്ങി എന്തെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ചോറിനൊരു വറുത്ത മീൻ കടിച്ചു കൂട്ടാൻ കൊതി തോന്നിയാൽ അതിന് നിർവാഹമില്ല. തൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. രവിയേട്ടൻ പുരുഷനാണ്, സ്ത്രീകളെ രവിയേട്ടൻ അറിയില്ല എന്നൊന്നും അങ്ങ് വാദിക്കേണ്ട. സ്ത്രീകളെ അറിയാവുന്നതിൽ നിന്നുള്ള നിരവധി റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ സ്ത്രീകളുണ്ട്. എനിക്കറിയാം. ഷേർലിയുടെ ഉള്ളിലും കാണും പ്രതിഷേധം. ക്ഷമ കൂടുതലുള്ളതുകൊണ്ട് താൻ സഹിക്കുന്നു. ഇതിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ സ്ത്രീകളുണ്ടാവാം. അപ്പോൾ അവർക്കിടയിൽ സ്നേഹം എന്നൊന്നും കാണുകയില്ലായിരിക്കും. സ്നേഹമുള്ളിടത്ത് എത്ര പ്രബുദ്ധമായ സ്ത്രീയും ഏതു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും രവിയേട്ടാ. അതാ സ്ത്രീ. രവീന്ദ്രൻ കുസൃതി ചിരിയോടെ ഷേർലിയെ നോക്കി. അപ്പോൾ എനിക്ക് സ്നേഹമുണ്ട് അല്ലേ? ഷേർലി നാണത്തിൽ പുഞ്ചിരിച്ചു. ചുരുക്കത്തിൽ നമ്മൾ പീറ്റേഴ്സിൽ കയറുന്നില്ലെന്നാണോ? രവി തിരക്കി. ആ, ഷേർലി തലയാട്ടി. ഏതായാലും മച്ചിലും പാമ്പിൻകാവിലും വിളക്ക് വയ്ക്കാൻ ഞാൻ സന്നദ്ധയായി. എങ്കിലത് അമ്മ ആഗ്രഹിക്കുന്ന ശുദ്ധതയോടെ തന്നെയാവാം. വേണമെങ്കിൽ പുറത്തുനിന്ന് മീനോ ഇറച്ചിയോ കഴിച്ചോളാൻ അമ്മ സമ്മതിച്ചിട്ടുണ്ട്. അമ്മ സമ്മതിച്ചില്ലേലും എനിക്ക് വേണമെങ്കിൽ അമ്മ അറിയാതെ എൻ്റെ ഇഷ്ടം സാധിക്കാം. ആ നിലയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ആ ഇഷ്ടം ത്യജിക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രവീന്ദ്രൻ പിന്നെ തർക്കിച്ചില്ല. രവിയും ഷേർലിയും ഷേർലിയുടെ വീട്ടിൽ ചെന്നപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ലായിരുന്നു. മമ്മി ഉണ്ടാക്കിയ മീൻകറി അവൾ ഉപേക്ഷിച്ചു. ഇത് കിറുക്ക് തന്നെയാ, ഗ്രേസമ്മ മകളെ കുറ്റപ്പെടുത്തി. കിറുക്കല്ല മമ്മി, ഷേർലി പറഞ്ഞു. ചേരയെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം തിന്നണം എന്നല്ലേ മമ്മിയുടെ ഉപദേശം? എനിക്കവിടെ മച്ചിൽ ഭഗവതിക്കും സർപ്പങ്ങൾക്കുമൊക്കെ വിളക്ക് കാണിക്കേണ്ടതാ. ഗ്രേസമ്മ മൂക്കിൽ വിരൽ ചേർത്ത് നിന്നു. ഞാൻ ഏതായാലും വിളക്ക് കാണിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിതൊക്കെയാവാം എന്ന് പറഞ്ഞ് ഷേർലിയുടെ മുന്നിലെ പ്ലേറ്റ് വലിച്ച് തൻ്റെ മുന്നിലേക്ക് അടുപ്പിച്ചു രവി. നിങ്ങൾക്ക് ഒരു വാടക വീടെടുത്ത് താമസിച്ചൂടെ പിള്ളേരെ? ഗ്രേസമ്മ രവിയെ നോക്കി. മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ അവസ്ഥയിൽ ഈ പെണ്ണ് രാവിലെ വൈകുന്നേരം ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ടായോ? സ്വന്തം വീട് വാങ്ങണമെന്നാണെങ്കിൽ അതിനും ഞങ്ങളെക്കൊണ്ട് ആകാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം. ഞാനിതൊക്കെ ഷേർലിയോട് പറഞ്ഞതാ മമ്മി, രവി പറഞ്ഞു. അമ്മ തനിച്ചാവില്ലോ എന്ന് ചോദിക്കുന്നേ. അമ്മയോട് നിങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ പറയണം, ഗ്രേസമ്മ ഉപദേശിച്ചു. നടന്നത് തന്നെ, ഷേർലി ചിരിച്ചു. ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കൂല അമ്മ. എങ്കിൽ പിന്നെ നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് പെണ്ണേ. പ്രസവം ഏതായാലും ഇവിടെ മതി. അത് പിന്നെ ആലോചിച്ച് നോക്കാം, ഷേർലി ചിരിച്ചു. രവിയേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ. സമ്മതിക്കുന്നതിൽ എന്താ കുഴപ്പം? രവി കൈമലർത്തി. അല്ലേലും ദിവസേന താനിത്രയും ദൂരം യാത്ര ചെയ്യുന്നതിൽ എനിക്ക് ഉണ്ട് പ്രതിഷേധം. എങ്കിൽ അമ്മയോട് കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചേക്ക്, ഞാനിവിടെ നിന്നേക്കാം, ഷേർലി അറിയിച്ചു. അത് നീ തന്നെ വിളിച്ച് പറയുന്നത് അമര്യാദ, ഗ്രേസമ്മ ഷേർലിയോട് പറഞ്ഞു. ഓ യെസ്, ഷേർലി തലയാട്ടി. ഞാനിങ്ങനൊരാശ പറഞ്ഞാൽ അമ്മ സമ്മതിക്കാതിരിക്കില്ല. അന്ന് തന്നെ ഷേർലി അടുത്ത വീട്ടിൽ പോയി ഫോൺ ചെയ്ത് ശ്രീദേവി അമ്മയോട് അനുവാദം ചോദിച്ചു. അതിനെന്താ മോളെ, ശ്രീദേവി അമ്മ പറഞ്ഞു. ഈ സമയത്ത് പെറ്റമ്മയുടെ സാമീപ്യത്തിനായി എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കണം, നന്നായി ആഹാരം കഴിക്കണം, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തേച്ച് കുളിക്കണം എന്നൊക്കെയേ എനിക്ക് പറയാനുള്ളൂ. രവി ഒരാഴ്ച ഭാര്യ വീട്ടിൽ തന്നെ കൂടി. വൈകുന്നേരം അളിയന്മാർക്കൊപ്പം ചീട്ടുകളിയും തമാശകളും. സാബുവിന് വേണ്ടി തൻ്റെ ബാങ്കിൽ പുതിയതായി ജോലിക്ക് ചേർന്ന സീനയെ കല്യാണം ആലോചിച്ചു. ഞായറാഴ്ച ഷേർലിയോടൊപ്പം പള്ളിയിൽ പോയി. ഗ്രേസമ്മയ്ക്ക് മരുമകനെ വല്ലാതെ പിടിച്ചു. നിങ്ങളീ 3 ആൺപിള്ളേരെ പോലെ എനിക്ക് രവി, ഒരു വ്യത്യാസം തോന്നണില്ല, ഗ്രേസമ്മ തൻ്റെ ആൺമക്കളെ അറിയിച്ചു. രവി വീണ്ടും ബാങ്കിൽ പോയപ്പോൾ സീനയോട് സാബുവിൻ്റെ കാര്യം പറഞ്ഞു. ആ ആലോചന മുറുകി. എടുപിടിയെന്നായിരുന്നു എല്ലാം. പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സ്ത്രീധനത്തിനൊന്നും സാബു വാശി പിടിച്ചില്ല. അങ്ങനെ ഷേർലിയുടെ പ്രസവത്തിന് മുമ്പ് തന്നെ സാബുവിൻ്റെ കെട്ട് നടന്നു. പോസ്റ്റ് ഓഫീസിനടുത്തുള്ള പ്രശസ്തമായ നഴ്സിംഗ് ഹോമിലാണ് ഷേർലിയെ അഡ്മിറ്റ് ചെയ്തത്. രവി അവധിയെടുത്ത് ഒപ്പമുണ്ടായിരുന്നു. അഡ്മിറ്റ് ചെയ്തതിൻ്റെ 3-ാം നാൾ ഷേർലി പ്രസവിച്ചു. സുഖപ്രസവവും.
ആൺകുട്ടി. ഡിസ്ചാർജ് ആവുന്നതിൻ്റെ തലേന്ന് ഷേർലി സ്നേഹപൂർവ്വം രവിയോട് പറഞ്ഞു. മോ മോനെ മാമോദിസ മുക്കിയാലെന്ന് മമ്മി ചോദിച്ചു. രവിയേട്ടനും സമ്മതമാണെങ്കിൽ. രവിയുടെ മുഖത്ത് ഞെട്ടൽ. നിയന്ത്രിച്ചിട്ടും അവൻ്റെ മുഖം ചുവന്നു. അത് കണ്ട് ഷേർലി തുടർന്നു. രവിയേട്ടൻ സമ്മതിച്ചാലും മിശ്രവിവാഹമായതുകൊണ്ട് പള്ളിയിൽ നിന്ന് അനുവാദം കിട്ടാൻ പ്രയാസമാണ്. വല്ല മാർഗമുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാമെന്നാണ് സാബുചായം പറഞ്ഞത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. രവിയുടെ സ്വരത്തിന് വല്ലാത്ത കനപ്പ്. ഷേർലിക്ക് ഭീതിയായി. മാമോദിസ മുക്കിയെന്ന് വെച്ച് മോനെ നമ്മൾ നമ്മുടെ വീട്ടിലെ ചിട്ടയിലെ വളർത്തത്തുള്ളൂ രവിയേട്ടാ. ഇതിപ്പം മമ്മിയുടെ ഒരു സന്തോഷത്തിനാ. അച്ചായന്മാർക്കും ഇവിടെ അതൊരു വിലയാകുമെന്നല്ലോ എന്നർത്ഥം. രവി അതിന് മറുപടി പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് പുറത്തുപോയ അവൻ മടങ്ങി വന്നത് ഒരു ടാക്സിയുമായാണ്. അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബിൽ കൊടുത്ത് ഷേർലിയെയും കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. പോരും വഴി ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി തങ്ങൾ പോന്ന വിവരം ഷേർലിയുടെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. മാമോദിസയാണ് രവിയെ പ്രകോപിപ്പിച്ചതെന്ന് മനസ്സിലായതിനാൽ ഷേർലി യാതൊന്നും ചോദിക്കാനും പോയില്ല. മകനായി രവി പേരുകൾ തിരയാൻ ആരംഭിച്ചപ്പോൾ ഷേർലി പറഞ്ഞു, എനിക്കൊരു ആശയുണ്ട് രവിയേട്ടാ. പറയേ, രവി ആവശ്യപ്പെട്ടു. മോന് പപ്പയുടെ പേരിട്ടാലോ എന്ന്. പപ്പയെ ഞാൻ വേദനിപ്പിച്ചതിന് പകരമായി. അത് അടുത്ത കുട്ടിക്കാവാം. ഇവനുള്ള പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. യദുകൃഷ്ണൻ. കൃഷ്ണൻ നായരെന്ന അച്ഛൻ്റെ പേര്. ഷേർലിയുടെ മുഖം കുനിഞ്ഞു. അവൾ മിണ്ടിയില്ല. ചുണ്ടിൽ പൊട്ടിയ വിതുമ്പൽ പണിപ്പെട്ട് അവൾ കടിച്ചമർത്തി. സങ്കടം മാത്രമല്ല വാശിയും ഉണ്ടായിരുന്നു ഷേർലിക്ക്. പക്ഷേ ഒന്നും പുറമേ ഭാവിച്ചില്ല. അതും വാശിയുടെ ഫലമായിരുന്നു. രവീന്ദ്രനോട് അവൾക്ക് ശക്തമായ സ്നേഹമുണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പേ തന്നെ. എന്നിട്ടും ഒഴിയാൻ നോക്കി. പക്ഷേ മനഃപൂർവ്വം തന്നെ ഈ ബന്ധത്തിൽ കുരുക്കി. തൻ്റെ പക്ഷത്തു നിന്നും ഒരു ചെറുവിരലിൻ്റെ പിന്തുണ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ പ്രത്യേക സാഹചര്യത്തിൽ ഷേർലി പോളിന് രവീന്ദ്രൻ നായരുടെ ഭാര്യയാകേണ്ടി വന്നു. തെറ്റൊന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ താൻ കഠിനമായി ശിക്ഷിക്കപ്പെട്ടു. രജിസ്റ്റർ വിവാഹം നടന്ന ആ ദിവസം താൻ അനുഭവിച്ച വേദന എത്രയെന്ന് രവിയേട്ടനും അറിവുള്ളതാണ്. താൻ മൂലം നെഞ്ചുപൊട്ടി പപ്പ മരിച്ചു. മമ്മിയും സഹോദരന്മാരും ശപിച്ചു. തന്നെ പുറന്തള്ളി. രവിയേട്ടൻ്റെ വീട്ടിലെത്തിയ ശേഷം അനുഭവിച്ച സങ്കടങ്ങളും കുറച്ചൊന്നുമല്ല. ഇഷ്ടങ്ങൾ സാധിക്കുക ആയിരുന്നില്ല, ഇഷ്ടക്കേടുകളോ ആയി പൊരുത്തപ്പെടുകയായിരുന്നു. അവയിൽ മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഗർഭിണിയായിരുന്ന നാളിൽ തനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മമ്മി കൊണ്ടുവന്ന് തന്നിട്ടും അതിൽ നിന്ന് ഒരു കഷ്ണം പോലെ അനുഭവിക്കാൻ സമ്മതിക്കാതെ അയൽക്കാരനായ കുഞ്ചറിയാച്ചൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചത്. അന്ന് താൻ മാംസാഹാരം ഉപേക്ഷിച്ചു. തൻ്റെ രവിയേട്ടന് വേണ്ടി. രവിയേട്ടന് മുന്നിൽ തൻ്റെ ഇഷ്ടങ്ങൾക്ക് താൻ യാതൊരു പ്രാധാന്യവും നൽകിയില്ല. മോനെ മാമോദിസ മുക്കണമെന്ന മമ്മിയുടെ ആഗ്രഹം രവിയേട്ടൻ തള്ളിയതിലും തനിക്ക് വിഷമമൊന്നുമില്ല. രവിയേട്ടൻ്റെ പുരുഷാധിപത്യം തന്നെ ജയിച്ചോട്ടെ. അച്ഛൻ്റെ മതത്തിലും ജാതിയിലും തന്നെ മകൻ വളർന്നോട്ടെ. പക്ഷേ ഷേർലിക്ക് ഒരു അപേക്ഷയേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ മൂത്ത കുഞ്ഞ് ആണാണെങ്കിൽ അവന് പപ്പായുടെ പേര് നൽകണമെന്ന്. ആ പേരിലെ മതമല്ല കാര്യം, അത് തൻ്റെ പപ്പായുടെ പേരാണെന്നുള്ളതാണ്. പപ്പായോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും പപ്പായോട് ചെയ്ത തെറ്റിന് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാനും കഴിയുമല്ലോ എന്ന സന്തോഷം. പോൾ എന്ന പേര് വേണമെങ്കിൽ രഹസ്യമാക്കി വച്ചോട്ടെ. വീട്ടുകാരുടെ മുന്നിൽ മറ്റെന്തെങ്കിലും വിളിച്ചോട്ടെ. അതിനൊന്നും ഷേർലിക്ക് എതിർപ്പില്ലായിരുന്നു. ആരുടെയും മുന്നിൽ രവിയേട്ടൻ കൊച്ചാകണ്ട. ഷേർലിയുടെ ആവശ്യം തൻ്റെ ഈ കൊച്ച് ആഗ്രഹം രഹസ്യമായെങ്കിലും സാധിച്ചു കിട്ടുകയായിരുന്നു. അത് സാധിപ്പിച്ച് തന്നില്ല എന്ന് മാത്രമല്ല, പുച്ഛത്തോടെ അത് തട്ടിയെറിയുകയും ചെയ്തു. രവിയേട്ടന് വേണ്ടി താൻ ചെയ്ത ത്യാഗങ്ങൾ മറന്നുകൊണ്ട്. ഷേർലി ഒരിക്കലും മകനെ യദുകൃഷ്ണൻ എന്ന പേര് ചൊല്ലി വിളിച്ചതേയില്ല. മോൻ എന്ന് മാത്രമാണ് അവൾ വിളിക്കുക. മറ്റുള്ളവർക്ക് അവൻ യദുവും കണ്ണനും ഉണ്ണിയും കിച്ചനും ഒക്കെയാണ്. ഷേർലിയുടെ ആ നിശബ്ദമായ പകപ്പോക്കൽ രവിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രവി പറഞ്ഞു, ഷേർലിയുടെ വിഷമം എനിക്കറിയാം. നോക്കിക്കോ, അടുത്ത കുട്ടി ആണാണെങ്കിൽ നമുക്ക് അവന് പപ്പായുടെ പേരിടാം. അടുത്തതുമാണല്ലെങ്കിലോ? ഷേർലി ചോദിച്ചു. അടുത്തതുമാണായിരിക്കും, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഷേർലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും രണ്ടാമത്തെ മകന് വേണ്ടി കാത്തിരിക്കുന്നതിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടി ഉടനെ വേണ്ട എന്നായിരുന്നു രവീന്ദ്രൻ്റെ തീരുമാനം. നമ്മൾ രണ്ടുപേരും ഉദ്യോഗസ്ഥർ. പെട്ടെന്ന് എവിടേക്കൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഇത്തിരിയില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മയെക്കൊണ്ട് കഴിയില്ല. അമ്മ മാത്രമല്ലല്ലോ, ഭാർഗവി അമ്മയും ഇല്ലേ ഇവിടെ? ഷേർലി ചോദിച്ചു. അതല്ല, ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ മമ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. ഞങ്ങൾ 4 തമ്മിൽ ചില്ലറ വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മി ഒരാളല്ലേ ഞങ്ങളെ എല്ലാം വളർത്തിയെടുത്തത്. അന്നും വീട്ടിൽ സെർവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കിടയിൽ വയസ്സ് വ്യത്യാസം വേണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. 2-3 വയസ്സിൻ്റെ വ്യത്യാസമുള്ള കുഞ്ഞുങ്ങൾ കൂട്ടുകാരെ പോലെ സ്നേഹിച്ചും വഴക്കിട്ടും രസമായി വളർന്നോളും. കുഞ്ഞുങ്ങളുടെ അരിഷ്ടതയും സിദ്ധാന്തയും അതേ തുടർന്നുള്ള കഷ്ടപ്പാടുകളുമെല്ലാം ഒരുമിച്ചങ്ങ് തീർന്നോളും. രവീന്ദ്രൻ ഷേർലിയെ നോക്കി ശബ്ദമില്ലാതെ ചിരിച്ചു. താൻ ബുദ്ധിമതിയാ. ശ്രീദേവി അമ്മയ്ക്കും ഉടനെ ഒരു കുഞ്ഞുകൂടി വേണമെന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊരു പെൺകുഞ്ഞായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം. തറവാട്ടിലേക്ക് ഒരു പെൺതരി.
മച്ചിലും പാമ്പിൻകാവിലും വിളക്ക് വയ്ക്കാൻ സ്വന്തം ഒരു കുഞ്ഞ്. ഈ വീട് അവൾക്കുള്ളതായിരിക്കും, ശ്രീദേവി അമ്മ പറഞ്ഞു. എൻ്റെ വക ആഭരണങ്ങളും രവിക്കുണ്ടാകുന്ന പെൺകുഞ്ഞിനുള്ളതാ. പെൺകുഞ്ഞ് വേണമെന്ന് ഷേർലിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ തന്നെ മൂന്നാമത് മതി. രണ്ടാമത്തെ കുട്ടിയും ആണ് മതി. അവൻ്റെ പേര് പോൾ എന്നായിരിക്കും. സ്കൂളിൽ ചേർക്കുമ്പോൾ പോൾ രവീന്ദ്രൻ എന്ന് ചേർത്തോട്ടെ. എന്നാലും തൻ്റെ ഒരു കുഞ്ഞ് പപ്പായുടെ പേരുകാരനായിരിക്കണം. അവധി തീർന്ന് ഷേർലി പോസ്റ്റ് ഓഫീസിൽ പോയി തുടങ്ങി. ജതുവിൻ്റെ ചുമതല ശ്രീദേവി അമ്മയ്ക്കും ഭാർഗവി അമ്മയ്ക്കുമായി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് ഷേർലി വീട്ടിൽ പോയി. ഗ്രേസമ്മയുടെ മുഖം നിറയെ പരിഭവം. മമ്മി അവിടെ തനിച്ചായിരുന്നു. സാബുവിൻ്റെ ഭാര്യ സീന അവളുടെ വീട്ടിലായിരുന്നു. ബാങ്കിൽ പോയി വരാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതാണ് എളുപ്പമെന്ന് അവൾ പറയുന്നു. സാബുവും അതിനെ പിന്താങ്ങുന്നു. ആഴ്ചത്തോറും സാബു ഭാര്യ വീട്ടിലേക്ക് പോകും. സീനയ്ക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടുമെന്ന് പറഞ്ഞ് മമ്മിയെ അവൻ സമാധാനിപ്പിക്കാറുണ്ട്. എങ്കിൽ റോണിയോട് പെണ്ണ് കെട്ടാൻ ഗ്രേസമ്മ പറഞ്ഞു. റോണിക്ക് എന്തോ വിവാഹകാര്യത്തിൽ താല്പര്യമില്ല. പൊന്നുപോലെ ഒരു പെണ്ണിനെ പെറ്റു വളർത്തി. അവളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കയറത്തു പോലുമില്ല. ഗ്രേസമ്മ പറഞ്ഞു നിർത്തി. ആശ്വസിപ്പിക്കും പോലെ ഷേർലി മമ്മിയുടെ ചുമലിൽ തഴുകി. എപ്പോഴും ഞാൻ മമ്മിയെക്കുറിച്ച് ഓർക്കും. പക്ഷേ ഞാനിത്രയും അകലെയായി പോയില്ലേ മമ്മി? അടുത്തായിരുന്നാലും കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊരു കുരുക്കില്ലല്ലോ നീ ചെന്ന് പെട്ടത്. അന്ന് ഇവിടുന്ന് എല്ലാവരും ആശുപത്രിയിൽ വെച്ച് കൊച്ചിനെ കാണാൻ പുറപ്പെട്ടതാ. അപ്പോഴാണ് രവിയുടെ ഫോൺ വന്നത്, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണെന്ന്. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീരുമാനം മാറ്റിയതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ഗ്രേസമ്മ അർത്ഥഗർഭമായി തലകുലുക്കിക്കൊണ്ട് തുടർന്നു. കഥ തുടരും.